ദേശീയ തലത്തിൽ മമതാ ബാനർജിയുടെ ഒരു സ്റ്റേച്ചറിനോടൊന്നും ഒരു മതിപ്പ് കുറവും ലീഗിനില്ല. അതുകൊണ്ട് ലീഗ് UDF-ൽ എടുക്കുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരിക്കും. അല്ലാതെ വി ഡി സതീശനോ അല്ലെങ്കിൽ കെ മുരളീധരനോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ എടുക്കുന്നതിനേക്കാൾ മലബാർ പൊളിറ്റിക്സിനെ വെച്ചോളം അൻവറിനെ കൂടെ കൂട്ടുന്നതാണ്, തൃണമൂലിനെ കൂടെ നിർത്തുന്നതാണ് നല്ലത് എന്ന 2026 എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ UDF തീരുമാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, കേരളത്തിൽ തൊഴിൽ തേടി വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിൽ കൂടുതലും ബംഗാളിൽ നിന്നുള്ളവരാണ്. അതിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ദീദി എന്നുള്ളത് വിട്ടിട്ട് അവർ പറയില്ല. ദീദിയെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണമൊക്കെ കാണും. ദീദിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് കേരളത്തിൽ. മമതാ ബാനർജിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ തൊഴിൽ തേടി വരുന്ന ആളുകളിൽ കുറേ ആളുകളൊക്കെ ഇപ്പോൾ അവരുടെ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഇവിടെ വോട്ടുമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് കൂടി PV അൻവർ ചെയ്യുമോ എന്നുള്ളത് ഞാൻ വളരെ കൗതുകത്തോടെ ഇവിടെ വരുമ്പോഴും ദീദിയുടെ പാർട്ടിയാണോ എന്നവർ സംശയിക്കും. അതെ, ഇവിടെ അല്ലല്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തൃണമൂലല്ല അധികാരത്തിൽ എന്നൊക്കെ അവർക്കറിയാം. അല്ല, തൃണമൂലിനെ അധികാരത്തിൽ ഏറ്റിയാൽ ബംഗാളാവൂന്ന് സംശയം ഉണ്ടാവുമല്ലോ. അല്ല, ബംഗാള് 10-34 വർഷം ഭരിച്ച് മുടിച്ച് ഇല്ലാതാക്കി ഇട്ടിട്ട് പോകുന്നത് ആരാണ് എന്നുള്ളത് സംപൂജ്യമാക്കി 2021 കാണിച്ചതാണല്ലോ. അല്ല, 2021 സംപൂജ്യമാക്കി കാണിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോഴും അവിടെ നിന്നാണല്ലോ വരുന്നത്. ബംഗാളിൽ നിന്ന് തൊഴിൽ തേടി വരുന്നു. കേരളം എന്ന് പറയുന്നത്, കേരളം സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നത് ഇടത് സർക്കാരിന്റെ കാലത്തല്ല, അതിനു മുൻപ് തന്നെ കേരളം സാമ്പത്തിക സ്ഥിരത കൈവരിച്ച മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്.